ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വീണ്ടും ദൈവത്തിൻ്റെ തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിൽ കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം എന്നെ സഹായിച്ചതോർത്ത് ഞാൻ എൻ്റെ ദൈവത്തിന് നന്ദി പറയുന്നു. ഇന്ന് നമ്മോട് സംസാരിക്കുന്ന ദൈവത്തിൻ്റെ വചനം നമുക്ക് കേൾക്കാം. യെശയ്യാ പ്രവാചകൻ 40:29. യെശയ്യാ പ്രവാചകൻ 40:29. അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. അവൻ ക്ഷീണിച്ചിരിക്കുന്നവർക്ക് ശക്തി നൽകുന്നു, ബലമില്ലാത്തതിന് ബലം നൽകുന്നു. നിങ്ങൾ ഇന്ന് ഏത് വിഷയത്തിനാണ് ക്ഷീണിച്ചിരിക്കുന്നത്? നിങ്ങളുടെ ക്ഷീണം മാറാൻ സമയമായി. ദൈവത്തിൻ്റെ പദ്ധതി നിങ്ങളുടെ മേലെ വരുവാൻ സമയമായി. നീ ക്ഷീണാവസ്ഥയിലായിരിക്കുന്നു, കർത്താവ് നിനക്ക് ശക്തി നൽകും. നമ്മൾ വിചാരിക്കും നമ്മൾ തകർന്നു പോയി, ഒറ്റപ്പെട്ടു പോയി, ഇനി മുന്നോട്ടൊരു യാത്രയില്ല എന്ന് നിങ്ങൾ കരുതുകയാണെങ്കിൽ കർത്താവ് പറയാം, നിങ്ങളുടെ ചിന്ത തെറ്റാണ്. കർത്താവ് പറയാം, ക്ഷീണിച്ചിരിക്കുന്നവന് അവൻ ശക്തി നൽകുന്നു. ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ ജീവൻ, ദൈവത്തിൻ്റെ കൃപ ഇന്ന് നിങ്ങളുടെ മേലെ വരുന്നു. നീ ക്ഷീണിച്ചു പോകാനല്ല ദൈവം വിളിച്ചത്. നിന്നെ കുശവനായ കർത്താവ് കളിമണ്ണായ നിന്നെ നന്നായിട്ട് മെനഞ്ഞെടുക്കാനാണ് ദൈവം വിളിച്ചത്. നിന്റെ മുമ്പിൽ ഇന്ന് പ്രതിസന്ധികൾ വന്നു വരും, പ്രതിസന്ധികൾ വരും. പക്ഷേ ഈ പ്രതിസന്ധികളും ഈ ബുദ്ധിമുട്ടുകളും ഈ വേദനകളും നിന്റെ ജീവിതത്തിൽ വരുന്നത് കർത്താവിന് നിന്നെ നന്നായിട്ട് പണിയാനാണ്. കർത്താവ് അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ക്ഷീണമുണ്ടാകത്തില്ല. ക്ഷീണിച്ചു പോകരുത്. ക്ഷീണം വരുമ്പോൾ കൂടുതൽ കർത്താവിനോട് കൂടെ ഇരിക്കാം, കർത്താവിൻ്റെ ശക്തിയിലിരിക്കുക. നിങ്ങളുടെ ശക്തിയിലോ നിങ്ങളുടെ ബലത്തിലല്ല ഇരിക്കേണ്ടത്. അവൻ ക്ഷീണിച്ചിരിക്കുന്നതിന് ശക്തി നൽകുന്നു. കഴുകനെ പോലെ ചിറകടിച്ച് മാനിനെ പോലെ തുള്ളിച്ചാടാനുള്ള ശക്തി ദൈവം നിങ്ങളുടെ മേലെ തരും. ബലമില്ലാത്തതിന് ബലം തരുന്നു. നിങ്ങളുടെ ബലം കൊണ്ടോ നിങ്ങളുടെ ശക്തി കൊണ്ടോ നിങ്ങൾക്കൊന്നും നേടാൻ പറ്റത്തില്ല. നീ സുവിശേഷത്തിനായി നീ ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ, കർത്താവിൻ്റെ വേല നീ വിശുദ്ധിയോടുകൂടെ ചെയ്യുന്നുണ്ടെങ്കിൽ, കർത്താവിൻ്റെ കൃപ, ദൈവത്തിൻ്റെ പ്രസാദം, ദൈവത്തിൻ്റെ ഗ്ലോറി നിന്റെ മേലെ വ്യാപരിച്ചു കൊണ്ടേയിരിക്കും. ഒരു പ്രതിസന്ധികൾക്കും നമ്മളെ തകർക്കുവാൻ പറ്റത്തില്ല. തളർന്നു പോകുന്ന മകളല്ല, തകർന്നു പോകുന്ന മകനല്ല. ദൈവത്തിൻ്റെ തിരുസന്നിധി ദൈവത്തിന് വിലപ്പെട്ട മകനാണ്, ദൈവത്തിന് വിലപ്പെട്ട മകളാണ്. കർത്താവ് പറയാം, നിനക്ക് ക്ഷീണമുണ്ട്, നിനക്ക് ബലമില്ല, അതെനിക്കറിയാം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്താനാണ് ഈ പ്രതിസന്ധികൾ നിനക്ക് വന്നത്. ഞാൻ അറിയാതെ നിനക്കൊന്നും സംഭവിക്കത്തില്ല. നിന്നെ നന്നായി പണിത് ഒരു നല്ല പാനപാത്രമാക്കി എടുക്കാനാണ് ഈ ക്ഷീണവും ബലവും ശക്തിയൊക്കെ. മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം, ഒടുക്കത്തോളം പ്രാർത്ഥിക്കണം. കർത്താവ് നമ്മളെ ഒരിക്കലും കൈവിടത്തില്ല. മനുഷ്യൻ കൈവിട്ടാലും കർത്താവ് കൈവിടത്തില്ല. കർത്താവ് നമ്മളെ കൂടെ ഇരിക്കുന്നവനാണ്. നമ്മൾ ഈ വചനത്തെ വിശ്വസിക്കണം ദൈവമക്കളെ. ഈ വചനം നമ്മൾ വായിക്കുമ്പോൾ വചനത്തിൻ്റെ ജീവൻ നമ്മുടെ മേലെ വ്യാപരിക്കുകയെന്ന്, നമ്മൾ ആ വചനത്തിൻ്റെ വാഗ്ദത്തങ്ങൾ ഏറ്റെടുക്കുകയെന്ന്. നീ കരഞ്ഞത് മതി. ഇന്നലെ വരെ നീ കരഞ്ഞു, ഇനി നീ കരയരുത്. കർത്താവ് പറയും, കരയണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. ദൈവം പറയാം, എനിക്ക് നിന്നെ ആവശ്യമുണ്ട്. പല പ്രതിസന്ധികളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നത് ഞാൻ അറിയാതെയല്ല, നമ്മളെ നല്ല ശക്തിപ്പെടുത്തുന്നതാണ്. നമ്മളെ ഓരോ ദിവസങ്ങൾ കഴിയുന്തോറും ഇതിലും വലിയ പരീക്ഷകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. വലിയ വലിയ പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ വരും. വലിയ വലിയ കാറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ അടിക്കും. തളർന്നു പോകരുത് ദൈവമക്കളെ. തളരാനല്ല വിളിച്ചത്. നീ കഴുകനെ പോലെ ചിറകടിച്ച് മാനിനെ പോലെ തുള്ളിച്ചാടി നീ ദൈവത്തെ ആരാധിക്കാണ് ദൈവത്തിൻ്റെ ഇഷ്ടം. ദൈവത്തിന് നിന്നെക്കുറിച്ച് പദ്ധതിയുണ്ട്. നിന്റെ പദ്ധതി ദൈവം പൂർത്തീകരിക്കും. നിന്നിലുള്ള ദൈവത്തിൻ്റെ പദ്ധതി പൂർത്തീകരിക്കാനാണ്. നമുക്ക് ചിന്തിക്കാം, വേദപുസ്തകങ്ങൾ വായിക്കുമ്പോൾ എത്രമാത്രം ആൾക്കാർ തകർന്നു പോയി അല്ലേ? ഈ വേദപുസ്തകം വായിച്ച് എല്ലാ ജനങ്ങളും ശക്തി പ്രാപിച്ചിട്ടുണ്ട്. പിശാച് പറയും, നിന്റെ ജീവിതം തീർന്നു, നീ സുവിശേഷവുമായി മുന്നോട്ട് പോയിട്ട് എന്തുണ്ടാക്കി? നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലുത് യേശു നമ്മളെ കൂടെയുണ്ട്. നമ്മൾ സമ്പാദിച്ച നമ്മുടെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത് നമ്മുടെ യേശുവാണ്. യേശുവാണ് നമ്മുടെ സമ്പാദ്യം.
നമ്മുടെ കഴിവല്ല ദൈവമക്കളെ, ദൈവത്തിൻ്റെ കൃപയാണ് ഇന്ന് വരെ നമ്മളിവിടെ, ഈ നിമിഷം വരെ നമ്മളിവിടെ കൊണ്ടുവന്നത് ദൈവം. എത്രയോ മക്കൾ ഇന്ന് മൺമറഞ്ഞു പോയി. അവിടെയൊന്നും നമ്മളെ തള്ളിയിടാതെ തമ്പുരാൻ കാത്തില്ലേ? നമ്മുടെ അരുമനാഥൻ എത്രമാത്രം നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. അരുമനാഥൻ്റെ സ്നേഹത്തിന് മുമ്പിൽ ഇനി ഒന്നും ഉണ്ടാവരുത്. മനുഷ്യനെ സ്നേഹിക്കരുത്, ദൈവത്തെ സ്നേഹിക്കുക. നമ്മൾ ദൈവത്തെ സ്നേഹിക്കുകയാണെങ്കിൽ ആ ദൈവം നമ്മളെ സ്നേഹിക്കും. നമ്മൾ ദൈവത്തോട് കൂടെ ഇരിക്കുവാണെങ്കിൽ ആ ദൈവം നമ്മളോട് കൂടെ ഇരിക്കും. എല്ലാ വേദനകളും മാറാൻ സമയമായി. ഈ വേദന എന്നെയും നിന്നെയും ദൈവത്തിന് നല്ലൊരു മകനും നല്ലൊരു മകളും ആക്കി തീർക്കാനാണ്. ദൈവേഷ്ടം നമ്മളിൽ നിവർത്തിയാകാനാണ്. നമ്മുടെ ഇഷ്ടമല്ല ദൈവമക്കളെ, നമ്മുടെ ഇഷ്ടത്തിനൊത്ത് നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ദൈവ വേദപുസ്തകം എടുത്ത് നമ്മൾ ദൈവത്തിൻ്റെ സുവാർത്ത ജാതികളോട് അറിയിക്കണമെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് ദൈവം വരത്തില്ല. ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് നമ്മൾ പോകണം, ദൈവവചനപ്രകാരം ജീവിക്കണം. എന്നാൽ മാത്രമേ ദൈവസ്നേഹം നമ്മുടെ മേലെ വ്യാപരിക്കത്തുള്ളൂ. എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കണം, ദൈവമേ എൻ്റെ ഇഷ്ടം അല്ല നിൻ്റെ ഇഷ്ടം എന്നിലൂടെ നടക്കണമേ. അപ്പം നമുക്ക് ഇന്നലെ വരെ തന്ന വേദന നല്ലതിനാണ്. വേദനിക്കരുത്, കരയരുത്, നീ കരയരുത്. ഇന്നലെ വരെ നീ മകന് വേണ്ടിയോ മകൾക്ക് വേണ്ടിയോ ഭർത്താവിന് വേണ്ടിയോ അമ്മയ്ക്ക് വേണ്ടി അപ്പനമ്മമാർക്ക് വേണ്ടിയോ സഹോദരി സഹോദരന്മാർക്ക് വേണ്ടിയോ കരഞ്ഞോ? കർത്താവ് പറഞ്ഞ് കരയരുത്. ഇന്നലെ തന്ന വേദന ഞാൻ അറിഞ്ഞിട്ട് തന്നെയാണ്. ആ വേദനയിലൂടെ മാത്രമേ എനിക്ക് നിന്നെ നല്ലൊരു പൊന്നാക്കി മാറ്റാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. രണ്ടൊരു പാട്ട് പാടാം. പാട്ടൊന്നും പാടാൻ അറിയില്ല, എന്നാലും ഞാൻ പാടാം. ഇന്നലകൾ തന്ന വേദനകൾ നിൻ സ്നേഹമാണെന്നറിഞ്ഞില്ല ഞാൻ. നിൻ സ്വന്തമാക്കുവാൻ മാറോട് ചേർക്കുവാൻ, നിൻ സ്വന്തമാക്കുവാൻ മാറോട് ചേർക്കുവാൻ എന്നെ ഒരുക്കുകയായിരുന്നു. ദൈവസ്നേഹം എത്ര സുന്ദരം, ദൈവസ്നേഹം എത്ര സുന്ദരം. ഇന്നലകൾ തന്ന വേദനകൾ നിൻ സ്നേഹമാണെന്നറിഞ്ഞില്ല ഞാൻ. നമ്മൾ വിചാരിക്കും നമ്മുടെ ജീവിതത്തിൽ വേദനകൾ വരുമ്പോൾ ദൈവത്തിന് നമ്മൾ ഇഷ്ടമില്ല. കൂടുതൽ ഇഷ്ടമാണ് നമ്മളെ. ഞാൻ ഒരുപാട് വേദന 2012 മുതൽ 2025 ഒരുപാട് പരീക്ഷണങ്ങളിലൂടെ തമ്പുരാൻ എന്നെ കൊണ്ടുപോയി. പക്ഷെ അരുമനാഥൻ ആ പരീക്ഷകളിലും കൈവിടാതെ കാത്തു പരിപാലിച്ചു. എന്നോടും കർത്താവ് പറയാൻ കരയേണ്ട. നൈലിലെ വിധവയോട് ദൈവം പറഞ്ഞു ഇനി നീ കരയേണ്ട. ആ നിമിഷം നൈലിലെ വിധവ കരഞ്ഞിട്ടില്ല. മരിച്ചുപോയ ഒരേയൊരു പുത്രനെ കർത്താവിൻ്റെ വിരൽ കൊണ്ട് തൊട്ടു. ഉടനെ അവൻ ജീവൻ പ്രാപിച്ചു. യുവാവെ നീ എഴുന്നേൽക്കുക എന്ന് മഞ്ചത്തെ നോക്കി പറഞ്ഞു. മരിച്ച യുവാവ് എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ അതും ഒരു പരിശോധനയായിരുന്നു അല്ലേ? പക്ഷെ നമ്മൾ ചിന്തിക്കും നമുക്കാരുമില്ല. ഈ പ്രതിസന്ധികളെല്ലാം വന്ന് ഇനി എങ്ങനെ മുന്നോട്ട് പോകും? നമ്മുടെ വേദന ആരോടും പറയാൻ പറ്റുന്നില്ല. പറയരുത് ദൈവം മക്കളെ, ആരോടും. നമ്മുടെ ഹൃദയത്തിലെ വേദന പറയണമെങ്കിൽ നീ ദൈവത്തിൻ്റെ തിരുസന്നിധിയിലിരുന്ന് ആ ദൈവത്തോട് മാത്രം നീ നിൻ്റെ വേദന പറയണം. ഹന്ന പ്രാർത്ഥിച്ചതുപോലെ കർത്താവിനോടുകൂടെ നീ പറ. നിൻ്റെ എന്താവശ്യമാണ്? നിനക്ക് ഈ പ്രതിസന്ധിയിൽ നിന്ന് പുറത്തു വരുവാൻ പറ്റുന്നില്ലേ? കർത്താവിനോട് പറ. സന്തോഷിക്ക്. ക്രിസ്തുവിൽ എപ്പോഴും സന്തോഷിക്കുവിൻ. സന്തോഷമുള്ള മക്കളായി തീരാനാണ് ദൈവത്തിന് ഇഷ്ടം. ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് കർത്താവ് നിങ്ങളോട് പറയുന്നത് അവൻ യഹോവയായ ദൈവം ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. എന്താ? ഓരോ ദിവസവും ദൈവം നമ്മളെ ബലപ്പെടുത്തുന്നേ, ശക്തിപ്പെടുത്തുന്നേ. നീ കരയരുത്. നീ നമ്മുടെ ജീവിതത്തിൽ എല്ലാ വിലാപങ്ങളും തീർന്നു. ഇന്നലെ വരെ നമ്മൾ കരഞ്ഞു, ഇനി കരയരുത്.
സന്തോഷിക്കണം, സന്തോഷിത്ത് തുള്ളിച്ചാടണം. ദൈവത്തിൻ്റെ പ്രവൃത്തി നിന്റെ മേലെ വെളിപ്പെടുവാൻ സമയമായി എന്ന് നീ വിശ്വസിക്കണം. ഇനിയുള്ള ജീവിതത്തിൽ യേശുവിനോട് കൂടെ ആയിരിക്കണം. യേശുവിന് സകലത് സാധ്യമാണ് ദൈവമക്കളെ. ഹല്ലേലൂയ. ഇനി ഒരിക്കലും പ്രതിസന്ധികളെ നോക്കരുത്. കർത്താവിൻ്റെ ക്രൂശിലെ ആ അരുമനാഥൻ്റെ പൊന്നുമുഖമാണ് നീ നോക്കുന്നത്. നീ എനിക്കറിയത്തില്ല, കരഞ്ഞത് മതി. ഞാനും കരഞ്ഞവളാണ്. കർത്താവ് എന്നോടും പറഞ്ഞ് നിങ്ങളോട് പറഞ്ഞതുപോലെ കരയരുത്. കർത്താവിൻ്റെ വിരൽ കൊണ്ട് കർത്താവൊന്ന് നമ്മളെ തൊടും. ആ മഞ്ചത്തിൽ തൊട്ട തമ്പുരാൻ്റെ ആ അരുമനാഥൻ്റെ കരം ഇന്ന് നമ്മുടെ വിഷയത്തിൻ്റെ മേലെ ദൈവം തൊടുമെന്ന് നിങ്ങൾ വിശ്വസിക്കണം. ഹല്ലേലൂയ. നമുക്ക് കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. അപ്പാ പിതാവേ സ്തോത്രം. ഹല്ലേലൂയ. പരിശുദ്ധനും നീതിമാനുമായ എൻ്റെ പൊന്നു നല്ല ദേവനെ, അങ്ങയുടെ കരം കൊണ്ട് ഇന്ന് ഈ വചനം കേട്ട ഓരോ മക്കളെയും തൊടണമേ. അവിടുത്തെ വിരൽ തുമ്പ് കൊണ്ടൊന്ന് തൊടണമേ. അവരെ ആ പ്രതിസന്ധികളിൽ നിന്ന് വിടുവിക്കണമേ. അപ്പ ഏത് വിഷയത്തിനാണോ കരയുന്നത് കർത്താവേ, അങ്ങ് പറഞ്ഞു ഇനി കരയേണ്ട. അങ്ങനെയാണെങ്കിൽ നാഥ, ഇന്ന് കരയുന്ന ഓരോ മക്കളുടെ വിഷയത്തിനും എൻ്റെ അപ്പായുടെ കരം ചലിപ്പിക്കണമേ. ആ വിലാപങ്ങളെല്ലാം അവരുടെ ജീവിതത്തിൽ ഒരു നൃത്തമാക്കി കൊടുക്കണമേ. സമാധാന സന്തോഷം കൊടുത്ത് അനുഗ്രഹിക്കണമേ. ഒരു പൈശാചിക ശക്തിയിലും പാരമ്പര്യ കെട്ടിലും ഒരു കുടുംബം പോലും തകർന്നു പോകാൻ ഇടവരല്ലേ കർത്താവേ. അപ്പാ ദീർഘായുസ്സും ദീർഘാരോഗ്യം കൊടുത്തവരെ മാനിക്കണമേ. അപ്പ ആ ജീവന്റെ വചനം വായിക്കുവാനും ധ്യാനിക്കുവാനും സ്വർഗത്തിലെ ദൈവം അവർക്ക് കൃപ നൽകിയതിനായി നന്ദിയോട് ഞാൻ സ്തോത്രം ചെയ്യുന്നപ്പ. മഹത്വം എടുത്തതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ. നന്ദി അപ്പ, സ്തോത്രം.